പണ്ട് നമ്മൾ STD ഫോൺ വിളിക്കുമ്പോൾ ഹലോ എന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവിടെ കേൾക്കുക, ഡിലേ ഉണ്ടാവും. കാരണം ഒരു സാറ്റലൈറ്റിനെ അമേരിക്കയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, എർത്ത് റൗണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടുന്ന് മുകളിൽ പോയി അത് അടുത്ത ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് അത് അടുത്ത സാറ്റലൈറ്റായിട്ട് കണക്ട് ചെയ്ത് അവിടത്തേക്ക് എത്തുമ്പോൾ ഒരു 3 സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഡിലേ ഉണ്ടാവും. അപ്പോൾ ഈ സാധാരണ ഫൈബർ കേബിളിൽ സൗണ്ടിന്റെ 2/3 സ്പീഡിൽ പോകാൻ പറ്റും. സാറ്റലൈറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ബാൻഡ് വിഡ്ത്ത് ആണോ ഉപയോഗിക്കുന്നത് ആ ബാൻഡ് വിഡ്ത്ത് ആണ് സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. GPS എന്ന് പറയുന്നത് 36,000 കിലോമീറ്റർ ഹൈറ്റിലാണ്. പക്ഷേ ഗ്രൗണ്ടുമായിട്ട് ഇത് എയർക്രാഫ്റ്റ് നമ്മൾ പോകുന്നത് ഒരു അറ്റ്മോസ്ഫിയറിന്റെ താഴെയാണ്, 100 കിലോമീറ്റർ താഴെ തന്നെയായിരിക്കും, ഒരു 10 കിലോമീറ്ററിലധികം. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന ഇന്റർനെറ്റിന്റെ ഹബ്ബുകളും റഡാറുകളും ഒക്കെയാണ്. ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉത്തരം പറയാവൂ എന്ന് ഞാൻ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ അത് AI ഏജന്റായി. അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള ഏജൻസ് ആണ് ഈ വാറിൽ ഉപയോഗിക്കുന്ന എല്ലാ മിസൈലുകളുടെയും. ഡോക്ടർ TPS ABC ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഇലഞ്ഞി, എറണാകുളം. രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരവസ്ഥ ചിന്തിക്കാൻ പറ്റില്ല. ഇൻ്റർനെറ്റിലൂടെ തന്നെ ആദ്യം പറയുന്നത് രാവിലെ എഴുന്നേറ്റ് മൊബൈൽ നോക്കരുതെന്ന്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആദ്യം മൊബൈൽ നോക്കിയില്ല നമുക്ക് ആർക്കും സമാധാനമില്ല. യുദ്ധത്തിൻ്റെ ഭാഗമായി സമുദ്രത്തിൻ്റെ അടിയിലൂടെ ഉള്ള OFC ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കട്ട് ചെയ്ത് മാറ്റും എന്ന് ഒരു വാർത്ത പൊതുവെ പരക്കുന്നു. ഇത് സംഭവിക്കുമോ? അല്ലെങ്കിൽ എന്താണ് ഈ OFC, സമുദ്രത്തിൻ്റെ അടിയിലത്തെ OFC? സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ട്രംപ് എന്താണ് പറയുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയില്ല, എന്താ ചെയ്യാൻ പോകണമെന്ന് അയാൾക്കറിയില്ല. പക്ഷെ ഒരു വാസ്തവം എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർനെറ്റ്, സ്പീഡ്, ഇത് മൂന്നുമാണ് ഏത് ഇന്ന് വരാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത് നടക്കാൻ പോകുന്ന യുദ്ധത്തിനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന റോക്കറ്റുകളുടെ പിന്നാലെ ഓടി പോകുന്ന മറു റോക്കറ്റുകളും മിസൈലുകളെ അടിച്ചു താഴ്ത്തുന്ന എയർക്രാഫ്റ്റുകളെ അടിച്ചു താഴ്ത്തുന്നത്, ഇതൊക്കെ ഇൻ്റർനെറ്റ് വഴിയാണ്. അതായത് ഈ ഫൈറ്റർ ജെറ്റ്സിൻ്റെ പിന്നാലെ പോകുന്ന അതിനെ കൺട്രോൾ ചെയ്യുന്നത് അതിലിരിക്കുന്ന ഇലക്ട്രോണിക്സ് കൺട്രോൾ ചെയ്യുന്നത് ഗ്ലോബൽ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് GPS-ഉമായിട്ട് കണക്ട് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഇമേജ് കണ്ടുപിടിച്ച് എയർക്രാഫ്റ്റിൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവും. ആ സിഗ്നേച്ചർ നോക്കിയിട്ട് കറക്റ്റായിട്ട് എവിടെ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ GPS എന്ന് പറയുന്നത് 36,000 കിലോമീറ്റർ ഹൈറ്റിലാണ്. പക്ഷേ ഗ്രൗണ്ടുമായിട്ട് ഇത് എയർക്രാഫ്റ്റ് നമ്മൾ പോകുന്നത് ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ താഴെയാണ്, 100 കിലോമീറ്റർ താഴെ തന്നെയായിരിക്കും, ഒരു 10 കിലോമീറ്ററിലധികം. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന ഇന്റർനെറ്റിന്റെ ഹബ്ബുകളും റഡാറുകളും ഒക്കെയാണ്. ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഇന്റർനെറ്റ് വഴിയാണ്. സാറ്റലൈറ്റുമായിട്ടാണോ OFC ആയിട്ടാണോ? സാറ്റലൈറ്റിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇന്റർനെറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്ര ഗിഗാബൈറ്റ്സ്, എത്ര മെഗാബൈറ്റ്സ് എന്ന് മാത്രമല്ല. പണ്ട് നമ്മൾ STD ഫോൺ വിളിക്കുമ്പോൾ ഹലോ എന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവിടെ കേൾക്കുക, ഡിലേ ഉണ്ടാവും. കാരണം ഗ്രൗണ്ടിൽ നിന്ന് സാറ്റലൈറ്റിൽ പോയിട്ട് ഇൻസാറ്റിലാണ് പോകേണ്ടത്. ആ ഇൻസാറ്റ് പോയിട്ട് അത് ഹോങ്കോങ്ങിലുള്ള നമ്മുടെ റിസീവിങ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് പിന്നെയും സാറ്റലൈറ്റ് പോയിട്ട്, കാരണം ഒരു സാറ്റലൈറ്റിനെ അമേരിക്കയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, എർത്ത് റൗണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടുന്ന് മുകളിൽ പോയി അത് അടുത്ത ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് അത് അടുത്ത സാറ്റലൈറ്റായിട്ട് കണക്ട് ചെയ്ത് അവിടത്തേക്ക് എത്തുമ്പോൾ ഒരു 3 സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഡിലേ ഉണ്ടാവും. അപ്പൊ ഞാൻ സ്പീഡാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഡിലേ ഉണ്ടായാൽ എന്ത് പറ്റും? അതായത് സാറ്റലൈറ്റ് വഴി നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടി വന്നാൽ നമ്മൾ 2-3 സാറ്റലൈറ്റിനെ ഇവിടുന്ന് അമേരിക്കയിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒന്നുകിൽ ഡിലേ, 2 എവിടെയെങ്കിലും ഒരു ഇന്ററപ്ഷൻ ഉണ്ടായാൽ കൺസിസ്റ്റൻസി പോകും. മനസ്സിലായി? പണ്ട് ട്രങ്ക് കോൾ വിളിക്കുമ്പോൾ പറയും വെയിറ്റ്, ഐ വിൽ കണക്ട് യു. പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് വെയിറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഈ സാറ്റലൈറ്റിനേക്കാൾ എഫിഷ്യൻസി കൂടുതലാണ് 100% സമുദ്രത്തിന്റെ അടിയിലുള്ള OFC. നമ്മുടെ ഇപ്പം സാധാരണ സൗണ്ട് സ്പീഡ് എന്ന് പറയുന്നത് 3 km/s ആണെങ്കിൽ ഇത് 2 km/s എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഫൈബർ. ഇത് OFC ആണല്ലോ. അപ്പൊ ലൈറ്റിന്റെ വേഗത കിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ. അതിൽ ഒരു 2/3 ഓഫ് ലൈറ്റ് സ്പീഡ് കിട്ടും. അപ്പൊ ആ സ്പീഡിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലോകത്തിന്റെ എല്ലാ കമ്മ്യൂണിക്കേഷനും നടക്കുന്ന അവിടെയാണ്. ഈ വാറിന്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ വാറിൽ ഇസ്രയേല് ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാൻ കാരണം?
അമേരിക്കൻ ഈ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കൻ, ഇപ്പം ഞാൻ ഫിജിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒമാൻ ബോർഡറിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ അലൈനിൽ നിന്ന് ഫിജറയിലേക്ക് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് എയർക്രാഫ്റ്റുകളുടെ യാർഡ് എന്ന് പറയാം. നമ്മുടെ ഈ കാറ്, സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള യാർഡില്ലേ, അതുപോലെ 100 കണക്കിന് എയർക്രാഫ്റ്റുകൾ വ്യത്യസ്തമായ തരത്തിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ്. ഇതൊക്കെ അമേരിക്കൻ എയർക്രാഫ്റ്റാണ്. ഇവയുടെ ഒക്കെ ഇൻസ്ട്രക്ഷൻ പോകുന്നതും കമ്മ്യൂണിക്കേഷൻ പോകുന്നതും ഈ കേബിളിലൂടെയാണ്. അല്ല, അതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ, എവർ റെഡി, ഏത് നിമിഷം വേണമെങ്കിലും ഫ്ലൈ ചെയ്യാൻ റെഡി ആയിട്ട്. അതാണല്ലോ US വാർ ജെറ്റ്സ് ആണ്, എല്ലാം വാർ ജെറ്റ്സ്, ഫൈറ്റർ ജെറ്റ്സ്. ഈ ചെറിയ കടലിലൊക്കെ അല്ലെങ്കിൽ ഫോർമോസ് കടലിടുക്കിലൂടെ പോകുന്ന ഈ കേബിളുകളുണ്ടല്ലോ, ആ കേബിളുകൾ മുറിക്കപ്പെട്ടാൽ ഇപ്പം ഇന്ത്യനെ അല്ലെങ്കിൽ ഗൾഫിനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കാൻ സാധ്യതയാണ്? ഇതാ ഞാൻ പറഞ്ഞത്, ഗൾഫിനെ ബാധിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇത് അമേരിക്കയായിട്ട് കണക്ട് ചെയ്യാൻ മാത്രമല്ല, ഈ കേബിളാണ് ലോകത്തിലെ എല്ലാ കേബിളുകളും. ഇപ്പൊ ഗൂഗിളിന്റെ ഒരു സെന്റർ ദുബായിൽ ഉണ്ടാവുമ്പോൾ ഈ ഏഷ്യൻ കൺട്രികളിലെ എല്ലാത്തിൻ്റെയും ഡാറ്റ നമ്മൾ ഈ WW അടിക്കുന്ന സമയത്ത് ഈ ഡാറ്റാ സെന്ററിൽ പോയിട്ടല്ലേ കണക്ട് ചെയ്യുന്നത്. ആ ഡാറ്റാ സെന്റർ ഇപ്പം ജാമാക്കി എന്ത് പറ്റും? കംപ്ലീറ്റ് പോയില്ലേ? അപ്പോൾ ഒരു സ്ഥലത്തല്ല, ഇതൊക്കെ മിററാണ്. ഒരേ സാധനം പല സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. കാരണം സ്പീഡ് കൂടുതൽ കിട്ടണമെങ്കിൽ ലോക്കലായിട്ട് നമുക്ക് ഉണ്ടാവണം. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഭാഗം. ക്ലൗഡ് കമ്പ്യൂട്ടിങ് നമ്മളിപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ, ഇപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ChatGPT ഉപയോഗിച്ചിട്ടാണ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമല്ല GK ചോദിക്കുമ്പോഴും ഇദ്ദേഹം ചോദിക്കുമ്പോഴേക്കും ഒന്ന് കിട്ടുക, ഒക്കെ ഡിഫറെൻ്റ് ആണ്. എന്താ കാരണം? നിങ്ങളുടെ ലോക്കൽ ചോദ്യങ്ങൾ പോലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ChatGPTയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലല്ല, ലോക്കൽ മിറർ ഉണ്ട്, ലോക്കൽ സ്റ്റോറേജ് ഡിവൈസിലാണ്. അപ്പോൾ ഈ ഡിവൈസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന ചോദ്യങ്ങളൊക്കെയാണ് പണ്ട് ചോദിച്ചത് എന്നുള്ള അറിവ് ഒരു മാഷ് കുട്ടിയെ മനസ്സിലാക്കുന്നത്. എന്റെ ഇന്റലക്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള അതാണ് അഡാപ്ഷൻ. ആ ഒരു അഡാപ്ഷൻ പോസിബിൾ ആണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഏജന്റ് എഴുതാം, അതിന് AI ഏജന്റ് എന്ന് പറയാം. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉത്തരം പറയാവൂ എന്ന് ഞാൻ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ അത് AI ഏജന്റായി. അങ്ങനെ ഒരു ഏജന്റ് ഞാൻ എഴുതിയാൽ അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള ഏജൻസ് ആണ് ഈ വാറിൽ ഉപയോഗിക്കുന്ന എല്ലാ മിസൈലുകളുടെയും. കാരണം അതിൽ ഓരോ വാർഷിപ്പിൻ്റെയും, നമ്മുടെ മൊബൈലിലൊന്നും വാർഷിപ്പുകളുടെയോ അല്ലെങ്കിൽ വാർ എയർക്രാഫ്റ്റുകളുടെയോ ഒന്നും പടമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ ഈ എയർക്രാഫ്റ്റ് എവിടെയുള്ളതെന്ന് എന്താ വെച്ചാൽ ഞാനത് ഡിഫൈൻ ചെയ്യണ്ടേ. ഇതൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഏജൻസ് ആണ് ChatGPT ഉപയോഗിച്ചിട്ട് പെൻറ്റഗൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന കുറേ സിസ്റ്റം, അവിടെയൊക്കെ മിറർ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കണക്ഷൻസ് ഓരോ US-ന്റെ പോർട്ടുകളിലും അവർ കൺട്രോൾ ചെയ്യുന്ന നേവി, എയർഫോഴ്സ്. മിറർ ചെയ്ത് വെക്കുക എന്നുള്ളതുകൊണ്ട് എന്താണ് ആ പ്രയോഗം? ഇമ്മീഡിയറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് എന്താണോ എറണാകുളത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് തന്നെ ദുബായിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും, അത് തന്നെ ആഫ്രിക്കയിൽ ഒന്ന് നശിച്ചാലും മറ്റേ സ്ഥലത്തെത്തും. അപ്പോൾ ഈ കേബിൾ മുറിച്ചാൽ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റ് വരും, പക്ഷെ ദർ വിൽ ബി എ ഡിലേ. കാരണം ഇമ്മീഡിയറ്റ് ആക്സസ് ചെയ്യുന്ന പോലെ അല്ല വേറെ സ്ഥലത്ത് നിന്ന് ആക്സസ് ചെയ്യുമ്പോൾ. ഈ ഒരു സാധാരണക്കാരനായ എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്ക് തോന്നാവുന്ന ഒരു സംശയം, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമാണെങ്കിൽ തന്നെയും അതിനൊരു വ്യക്തത, അതായത് സാറ്റലൈറ്റിൽ ഒരു മെസ്സേജ് പോയി തിരിച്ചു വരുന്നത് സൗണ്ട് ബേസ്ഡ് ആണ്, ശബ്ദത്തിൻ്റെ സ്പീഡിലാണ്. നേരെ മറിച്ച് OFC കേബിളിൽ നമ്മുടെ മണ്ണിനടിയിലൂടെയും കടലിനടിയിലൂടെയും വലിച്ചിരിക്കുന്ന OFC കേബിളുകൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സാറ്റലൈറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റർ ആൻഡ് ഈസിയർ വേ ആണെന്നാണ് TPS പറയുന്നത്. ഞാൻ അങ്ങനല്ല പറഞ്ഞത്. സാറ്റലൈറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഈ സാധാരണ ഫൈബർ കേബിളിൽ സൗണ്ടിന്റെ 2/3 സ്പീഡിൽ പോകാൻ പറ്റും. സാറ്റലൈറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ബാൻഡ് വിഡ്ത്ത് ആണോ ഉപയോഗിക്കുന്നത് ആ ബാൻഡ് വിഡ്ത്ത് ആണ് സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് എയറിൽ ഇന്റർസെക്ഷൻ ഇല്ലാത്ത വിധത്തിൽ ഞാൻ ബാൻഡാണ് ഉപയോഗിക്കുക, ചിലപ്പോൾ KU ബാൻഡ് അല്ല, അതായത് OFCയിൽ ഫാസ്റ്റർ ആണ്, അത് ലൈറ്റ് ആണല്ലോ, 100 times ഫാസ്റ്റർ ആണ്. അപ്പൊ സാറ്റലൈറ്റിലേക്കുള്ളത് വളരെ സ്ലോ ആയി. അത് അതിന്റെ വിനിമയം ശബ്ദ വേഗമാണ്. അതിന്റെ വിനിമയം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ അടുത്തൊന്നും എത്തില്ല എന്ന് പറയുന്നത്, 100 times ലെസ് ദാൻ സൗണ്ട്. ഇത് 2/3 ഓഫ് സൗണ്ട് എത്തും. ഓക്കെ. അത് ഈ സാറ്റലൈറ്റ് ചാനലുകളുടെ ഡൗൺലിങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കേബിൾ TV ൽ പ്രവർത്തിക്കുമ്പോൾ അത് കേട്ടിട്ടുണ്ട്. കാരണം ഈ OFC വഴി സിഗ്നലുകൾ മെയിൻ കേബിൾ TVയുടെ കൺട്രോൾ റൂമിൽ ഇന്ററപ്ഷൻ ഇല്ല. വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ കാണും, ആന്റിന വെച്ചിട്ട് ടെലിവിഷൻ വരുന്ന സമയത്ത് നല്ല കാറ്റും മഴയും വരുമ്പോൾ സിഗ്നൽ ഗോസ്, അപ്പോഴും ഇന്റർനെറ്റ് വർക്ക് ഉണ്ടല്ലോ.
എന്താ കാരണം? പണ്ട് വീട്ടിൽ നിന്ന് പിന്നെ ടെലിഫോൺ കണക്ഷൻ കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് ഒരു പോസ്റ്റിൽ നിന്ന് മറ്റേ പോസ്റ്റിലേക്ക് കണക്ട് ചെയ്ത് അതെല്ലാം കൂടി BSNLന്റെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സെന്റർ ഉണ്ടല്ലോ, ജംഗ്ഷൻ ബോക്സ് വെച്ച് അവിടെ വലിയ പിന്നു കുത്തി ഓരോരാളെയും മാറ്റി കണക്ട് ചെയ്ത് അവിടെ നിന്നും മേജർ സെന്റർ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് സാറ്റലൈറ്റിലേക്ക് ഡിലേ കൊടുക്കലാണ്. എന്നുവെച്ചാൽ പണ്ടുള്ള കണക്ഷൻ ഞാനും എൻ്റെ അടുത്ത വീട്ടുകാരനും കണക്ട് ചെയ്യുന്നത് കോപ്പർ കേബിൾ വഴിയാണ്. അതായിരുന്നു സ്പീഡ്. ഇപ്പൊ എന്താ സ്ഥിതി? ഞാനും എൻ്റെ അടുത്ത ആൾക്കാരനും എല്ലാവരും ഒരു മീഡിയയും ഇല്ലാതെ, എന്നുവെച്ചാൽ നോർമൽ ഇന്റർനെറ്റ് കണക്ഷൻ വെച്ചിട്ട് മെയിൻ ആന്റിനയിലേക്ക് കണക്ട് ചെയ്യുന്നു. കോപ്പർ വയർ ഉണ്ടായിരുന്നത് ബിക്കം വയർലെസ്. ആ പണ്ട് വയർലെസ് ആയിരുന്നത് സാറ്റലൈറ്റ് വഴിയാണ്. അതിന് പകരം ഫൈബർ കേബിൾ ആക്കി. അപ്പൊ ലോക്കൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിന് ഈക്വലന്റ് എന്ന് വെച്ചാൽ ഓൺ ദ എയർ. പണ്ടുണ്ടായിരുന്നത് ലോക്കൽ വയറും ഡിസ്റ്റൻസിൽ പോകാൻ വേണ്ടിയിട്ട് സാറ്റലൈറ്റ് വരും. അത് മാറി, അത് ലോക്കൽ സാറ്റലൈറ്റ് ആണ്. ഇപ്പൊ ഏതൊക്കെ പോയിന്റിലാണ് സാറ്റലൈറ്റിനെ ഉപയോഗിക്കുന്നത്? ഇത് വളരെ ഇപ്പം നമ്മുടെ ഷിപ്പിൽ ഒരു ആക്സിഡന്റ് ആവാൻ പോകുന്നു, വാർണിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ. അതിന് വേറെ കേബിൾ കണക്ഷൻ ഇല്ല, ഇന്റർനെറ്റ് ആക്സസ് ഇല്ല, നമ്മുടെ മാസ്റ്റുകളില്ല. ആ സമയത്ത് അവർക്ക് നേരിട്ട് സാറ്റലൈറ്റുമായിട്ട് ഉപയോഗിക്കാം. നമ്പർ 1. നമ്പർ 2, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചില സർവീസുകൾ. ഇപ്പം നമ്മുടെ ഇൻസാറ്റ് വെച്ചിട്ട് നമ്മുടെ വെതർ പ്രഡിക്ഷൻ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കാണില്ല. സാറ്റലൈറ്റ് പിക്ചറിൽ കാർമേഘം അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഉപയോഗിക്കും. പിന്നെ ഈ ഫൈബർ നെറ്റ് എല്ലായിടത്തും ഉണ്ടെന്നൊന്നും വിശ്വസിക്കേണ്ട. ഇപ്പം കേരളത്തിൽ നിന്ന് ആസാമിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഫൈബർ നെറ്റ് ഇല്ല. കാരണം ഫൈബർ നെറ്റ് ഉപയോഗിക്കുന്നത് വളരെ ചെറിയ സ്ഥലത്തായിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും സാറ്റലൈറ്റ് ടെലിവിഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സാറ്റലൈറ്റിൽ നിന്ന് വീണ്ടും കൊടുക്കുന്നത് ഫൈബർ നെറ്റിലേക്ക്. ഇവിടുന്ന് ആസാമിലേക്ക് എവിടെ വരെ നമുക്ക് ഫൈബർ കൊണ്ടുപോകാൻ പറ്റുമോ അവിടെ വരെ കൊണ്ടുപോയി അവിടുന്ന് സാറ്റലൈറ്റ് വഴി കൊടുക്കും. ഇപ്പൊ കൈലാസത്തിലേക്ക് പോകുന്ന ഒരാള് അവിടെ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റേ ഉള്ളൂ. കാരണം അവിടെ കേബിൾ ഇട്ടിട്ടില്ല. കാരണം കേബിൾ ഇടുക എന്ന് പറഞ്ഞാൽ ഒന്ന് കോസ്റ്റ്ലി. നമ്പർ 1, ഇവിടെയൊക്കെ കേബിൾ വലിക്കണ്ടേ. നമ്മളിപ്പോൾ എത്ര കാലമായിട്ടുള്ളൂ കേബിൾ വലിക്കുന്ന കണ്ടിട്ട്? 10 കൊല്ലമായിട്ടുണ്ടോ? അതിനു മുമ്പ് നമ്മളൊക്കെ സാറ്റലൈറ്റ് ഉപയോഗിച്ചു. അത് വളരെ വളരെ പതുക്കെ മാറ്റി വന്നു മാത്രം. എനിക്കൊരു കാര്യം, അപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത്, ഇതൊക്കെ ഡിസ്റ്റർബ് ചെയ്താലും ഒരു ആൾട്ടർനേറ്റ് കണക്ഷൻ ഉണ്ടാവും. പക്ഷെ സ്പീഡ് കുറയും, ഡിലേ ഉണ്ടാവും. അപ്പൊ ഈ ജെറ്റുകളൊന്നും ഈ പറയുന്നത് പോലെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടാവും. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാ? അമേരിക്കക്കാരാണ്. കാരണം അവരുടെ വാർഷിപ്പുകളും അവരുടെ ഡിഫൻസും ഒക്കെയാണ് ഗൾഫിലുള്ളത്. ഇപ്പം നമ്മുടെ പേർഷ്യൻ ഗൾഫും ഒമാൻ ഗൾഫും ആണ് ഈ കണക്ഷൻ. ഈ ഓയിൽ എന്ന് പറയുന്ന ഈ കമ്പനികൾ ഒക്കെ ഉള്ളത് ഇറാഖിലും ഇറാനിലും ആ കടലിടുക്കിലുള്ള എല്ലാ ഓയിലും വരുന്നത് പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഒമാൻ ഗൾഫിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ കേബിൾ കണക്ട് ചെയ്യുന്നത്. ആ കേബിളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ രാജ്യങ്ങളിലേക്കൊക്കെയാണ്. ഒരു സർക്കിളിക്കൽ കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വല്ലാണ്ട് എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് വരുന്ന കണക്ഷൻസ്. അല്ല, ഈ ഇത് മുറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ജിക്ക ചോദിച്ച പോലെ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമോ? ഇല്ല, നമ്മൾ ഈ പറയുന്ന പേർഷ്യൻ ഗൾഫ് ആ വഴിയല്ല നമ്മുടെ കണക്ഷൻ. നമ്മുടെ കണക്ഷൻ നേരെ അറേബ്യൻ സീയിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യനിൽ വന്നിട്ടാണ്, അല്ലെങ്കിൽ അറേബ്യൻ സീ കണക്ട് ചെയ്തിട്ട് കൊച്ചിയിലും അവിടുന്ന് ഇന്ത്യൻ ഓഷ്യൻ വഴി പോയിട്ട് ചെന്നൈയിലും കൽക്കട്ടയിലും ഒക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാധിക്കാൻ പോകുന്നത് നമ്മളെ ഒരു ഗൾഫുമായിട്ടുള്ള കണക്ഷൻ ചിലപ്പം ഗൾഫ് റീജിയനിലുള്ള ഡാറ്റാ സെന്ററുകളും നമ്മുടെ IT കമ്പനികളും ഒക്കെ ബാധിക്കാൻ സാധ്യത. കാരണം അതിൽ ചില ഡാറ്റകളൊക്കെ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യമായിട്ടുള്ളത് പറഞ്ഞു. പിന്നെ ഈ ലോകത്തിൽ മിക്കവാറും ഇന്ന് ഏത് രാജ്യത്തിനെ എഫക്ട് ചെയ്താലും നമ്മുടെ ബിസിനസ്സിൽ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? കാരണം ബാങ്കിങ് സിസ്റ്റം എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ ബാങ്കുകളുടെയും ഇപ്പൊ കേരളത്തിൽ വരുന്നതിന്റെ 30% ഓഫ് ദ ഫണ്ട് കംസ് ഫ്രം ഗൾഫ്. 30% കേരളത്തിൽ സമ്പത്ത് വരുന്നത് ഗൾഫിൽ നിന്നാണ്. ഇപ്പം ഗൾഫിൽ നിന്ന് കാശ് അയച്ചിട്ടാണ് ഇവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 200 കോടിയുടെ നടക്കുന്നുണ്ടാവുക. അയാൾ കാശ് അയക്കാണ്ടിരുന്നത് എന്ത് പറ്റും? ഇന്റർനെറ്റ് കണക്ട് ചെയ്തില്ലെങ്കിൽ ബാങ്ക് കണക്ട് ചെയ്യില്ല. ബാങ്ക് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കാശ് കിട്ടില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നമ്മുടെ ഹോട്ടലുകളുടെ സ്ഥാപനങ്ങൾക്ക് ഇപ്പൊ ഈ ഗ്യാസിന്റെ കാര്യം കൊണ്ട് വില കൂടും എന്നുള്ളത്. ഇനിയിപ്പോ ഇത് മാത്രമല്ല, ഇപ്പൊ കേരളത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. ഞാൻ ഒറീസക്കാരനാന്ന് വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്ന ലേബറേഴ്സിൽ ഒറീസക്കാരനും ഉണ്ട്, ബംഗാളുകാരനും ഉണ്ട്, ആസാമുകാരനും ഉണ്ട്. അവന്റെ വീട്ടില് ഭക്ഷണം കഴിക്കുന്നത് ഇവിടുന്ന് കാശ് കിട്ടിയിട്ട് വേണം. അതെ,
അപ്പോൾ ഇത് ആകെ എല്ലാവരെയും ബാധിക്കും, ഒരു തരത്തില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രാദേശികമായി നമ്മുടെ ഇന്ത്യയിലുള്ള IT അല്ലെങ്കിൽ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെ സോഹോ പോലത്തെ, ഇപ്പോൾ ജിമെയിലൊക്കെ ഒഴിവാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ നമ്മളുടെ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആ സാധനങ്ങളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ഈ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞ മിററിൻ്റെ കാരണം അതാണ്. ഇപ്പം ചൈന അത്യാവശ്യമായിട്ടൊരു ബിസിനസ് നടത്തുന്നത് ഗൾഫിലാണെങ്കിൽ ആ ഗൾഫിൽ ആവശ്യമായിട്ടുള്ളതിൻ്റെ ഒരു മിറർ അവിടെ ഉണ്ടാവും. പക്ഷെ ഒറിജിനൽ ഫുൾ ഒരു ബാക്കപ്പ് വിൽ ബി ദർ ഇൻ ചൈന. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മിക്കവാറും ഒന്നുകിൽ ചൈനീസോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വലിയൊരു എഫക്റ്റ് ഇന്ത്യക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലുള്ള ഇൻഫ്ലുവൻസ് വരുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വാറ് സംബന്ധിച്ചിട്ടാണെങ്കിൽ അത് അമേരിക്കയാണ്. അതുകൊണ്ടാണ് ഈ ഇറാൻ പറയുന്നത് ഈ ഭീഷണി പോലെ എല്ലാ ഓരോ ബോംബ് വീഴുമ്പോഴും ഇറാനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇറാനെ എഫക്റ്റ് ചെയ്തതിന് മറുപടി കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു സെക്കൻഡ് എഫക്റ്റ് എങ്കിലും അമേരിക്കയ്ക്ക് വരുന്ന വിധത്തിലല്ലേ അവർ ചെയ്യുള്ളൂ. ഒരിക്കലും ഇന്ത്യക്ക് ഒരു എഫക്റ്റ് വരുന്ന വിധത്തിൽ ഇറാനും ചെയ്യില്ല, റഷ്യയും ചെയ്യില്ല, ലോകത്തിലെ ഒരു രാജ്യവും ചെയ്യില്ല എന്നുള്ളതാണ് നമ്മുടെ സേഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. കാരണം ഇവരെല്ലാം ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ അവരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അവർ നമ്മളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. കാരണം ചേരിചേരാ നയം എന്ന് പറയുന്നതിൻ്റെ വലിയൊരു ഗുണതല്ലേ. അപ്പോൾ ഏറ്റവും നല്ലൊരു പൊസിഷനിലിരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിപ്പോഴും ഇന്ത്യ തന്നെയാണ്.